ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഓർക്കിഡ് നടാൻ പോവുകയാണ്. ഓർക്കിഡ് നടുന്നത് നമ്മൾ ഇതേപോലത്തെ ഒരു പൂച്ചട്ടിയിലാണ്. എല്ലാ സൈഡിലും ദ്വാരമുള്ള ടൈപ്പ് പൂച്ചട്ടി നമ്മൾ എടുക്കണം. എന്നിട്ട് ഇതേപോലൊരു പൈപ്പ്, നമ്മൾ പഴയ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ പൈപ്പ് നമ്മൾ ഇങ്ങനെ ആണികൊണ്ട് തീയതിൽ പിടിച്ച് നല്ലപോലെ ഇത് ഉരുക്കി അത് കിഴിച്ചെടുത്ത് അപ്പുറത്തോട്ട് എടുക്കണം. അതുപോലെ ഈ സൈഡിൽ, അപ്പോൾ ഈ ഹോളിൽ കൂടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുക്കുക. അപ്പോൾ അത് ഇതിലിങ്ങനെ ഉറച്ച് നിൽക്കും. എന്നിട്ട് ഇഷ്ടിക എല്ലാം കൂടെ പിടിച്ച് ഇടുക. ഇത് കണ്ടോ, ഈ ഹോളിൽ കൂടെ കിഴിച്ച് ഇത് കറക്റ്റ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്കും ഒരു ഹോളിലൂടെ ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ ഇങ്ങനെ ഇഷ്ടിക ഇടിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ എങ്ങനെ ഇളക്കിയാലും അത് ഇളകത്തില്ല. ഇങ്ങനെ ഒരു വല എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റുക ഈ പൈപ്പിലോട്ട്. ഇങ്ങനെ ചുറ്റി എടുക്കുക. ഇങ്ങനെ ചുറ്റി മേളി വരെ ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു കയറെടുത്തിങ്ങനെ കെട്ടി വെക്കുക. കൊതുകടിക്കാം. ഇത്തിരി കഴിഞ്ഞാൽ വലിയ വീടിയായി. ഇനി എന്തോ ഞാൻ പച്ചനെറ്റ് വെറുതെ കാണിക്കട്ടെ. ഇനി ഇതിൽ പോയില്ല. അതിന് കഴിഞ്ഞ് പോകുമ്പോൾ കിട്ടിയില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെക്കണമല്ല, പാമ്പെങ്കിലും. അതിൻ്റെ പുറത്ത് ഒരു ചിരട്ട വന്നത് അവരങ്ങനെ കാണിക്കുന്നു. ചിരട്ട ഉണ്ടല്ലോ, ഇടയ്ക്കൂടെ താഴ്വശത്തും നല്ലപോലെ കെട്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ വല എങ്ങാനും വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഊർന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൈപ്പല്ലേ, അപ്പോൾ അതിങ്ങനെ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു നെറ്റ് വാങ്ങിയിട്ടുണ്ട്.
അതിൻ്റെ പുറത്ത് കെട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ആ നെറ്റ് എടുത്തിട്ട് ആ പൈപ്പിൻ്റെ ഏകദേശം കുറച്ച് വണ്ണത്തിൽ ഇങ്ങനെ എടുക്കുക. ഈ വല ഇങ്ങനത്തെ കെട്ടുന്ന കമ്പിയുണ്ട്, അതിങ്ങനെ കുറച്ച് കുറച്ച് മുറിച്ചെടുത്ത് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ സൈഡ് കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്, കണ്ടോ? കൈ മാറ്റിക്കേ. ഉണ്ടോ? ഇങ്ങനെ കെട്ടുക. ഞാൻ ഇത്രയും കമ്പി എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇനി ഇങ്ങനെ കെട്ടാൻ പോവുകയാണ്. ഇതെല്ലാം ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട് മേളി വരെ. ഇത് കണ്ടോ? ഏകദേശം പൈപ്പിൻ്റെ രൂപത്തിലാണ് ഇതും. ഉണ്ടോ? പൈപ്പ് പോലെ. നമ്മൾ ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഇതിടും. ഇനി ആ പച്ച നെറ്റ് കൊണ്ടുണ്ടാക്കിയ കുഴൽ മറ്റേ ഇതിലോട്ട് കയറ്റി വെക്കുക. കണ്ടോ? ഇങ്ങനെ ഇത് താഴോട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തുണ്ടും ചകിരിയും കൂടെയുള്ള ഇതിങ്ങനെ കുറച്ച് കുറച്ച് എടുക്കണം. അത് ഇതിൻ്റെ അകത്തോട്ടിടാൻ വേണ്ടിയാണ്. ഈ പൈപ്പിൻ്റെ അകത്ത്, പൈപ്പും നെറ്റിൻ്റെ ഇടയ്ക്ക് വിടവുണ്ടല്ലോ, അതിലോട്ട് ഇടാൻ വേണ്ടിയാണ്. ഈ ചകിരി എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സൈഡിലോട്ട് ഇടാം. നമ്മൾ ചകിരി ഇട്ട് കഴിഞ്ഞിട്ട് കരിക്കട്ട ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് കരിക്കട്ടയൊക്കെ എടുത്തിട്ടുള്ളൂ. കുറേയൊക്കെ താഴെ പോവാതെ പിന്നെ ശരിക്കും കുത്തി കുത്തി ഇടുക. അതിന് കമ്പി ഇട്ട് കുത്തി ഇറക്കുക. കുറച്ചൊക്കെ എന്നോടുണ്ടല്ലോ കമ്പി ഇട്ട് ഇതാക്കണം. ഇവിടെ ഇങ്ങനെ ഇളകിയിട്ടുണ്ട്. നമ്മളിത് ഏകദേശം എല്ലാം ചകിരിയും കരിക്കട്ടയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ സൈഡും ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ഓർക്കിഡ് ചെടി എടുത്ത് ഓരോന്നിങ്ങനെ ഈ നെറ്റിലോട് വെച്ച് ചേർത്ത് കെട്ടും. അതിൻ്റെ വേര് കണ്ടോ? ആ വേരൊക്കെ ആ ചകിരിയും കരിക്കട്ടയുമായിട്ട് ഇരിക്കുന്നതിൻ്റെ അവിടോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ കെട്ടണം. ചെറുതായിട്ടെന്ന് വെച്ചാൽ തണ്ടിനൊരു ഒത്തിരി മുറുക്കി കെട്ടിയ ആ തണ്ട് ഇതായി പോവും, പൊട്ടിപ്പോവും. അപ്പം സൂക്ഷിച്ച് വേണം കെട്ടി വെക്കാൻ. ഇനി അടുത്ത സൈഡിലൂടെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ഉണ്ടോ? വേരൊക്കെ ഇങ്ങനെ ഇതിനോട് ചേർന്ന് നിരിപ്പുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ സൈഡിലോട്ടൂടെ വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ 1 2 3 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർക്കിഡുകളൊക്കെ എല്ലാം നട്ടിട്ടുണ്ട്. എല്ലാ സൈഡിലോട്ടുമൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓർക്കിഡ് ഗോപുരം ശരിയായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് ശരിയായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഇടാമേ. കുറച്ച് വെള്ളം താളിച്ച് കൊടുക്കുകയാണ്. Thank you for watching, friends.